ഹലോ, ഇന്ന് നമുക്ക് ചെറിയൊരു രാവിലത്തെ ഫുഡിന്റെ ഒക്കെ വീഡിയോ എടുക്കാമെന്ന് ആലോചിച്ചു കേട്ടോ. രാവിലെ ഉപ്പാവാണ്, അപ്പം അതിന് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിരിക്കും. അവന്മാര് ചെറുത് അക്കുമോൻ കുളിച്ചോണ്ടിരിക്കുന്നു കേട്ടോ. അവന്മാരേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കരുത് കേട്ടോ. ഉപ്പാവാണേ, ഉപ്പാവതേ ഞാൻ അതെല്ലാം ഇട്ട് ഉപ്പാവൊക്കെ സെറ്റായിരിപ്പുണ്ട്. ഉണ്ടാ നല്ല ഉപ്പാവ് ആവി ഇറക്കുന്നത് വെന്തു കേട്ടോ. ഇനി അത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം എന്നും ഇവന്മാർക്ക് കാപ്പി ആയിട്ട് എന്തെങ്കിലും വേണം. രാവിലെ ചോറൊന്നും കഴിക്കുന്ന ഈ പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം രാവിലെ ഉപ്മാവ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ രാവിലെ അവന്മാരെ വിടാനുള്ള തിരക്കില്ല. പിന്നെ നമുക്ക് പലഹാരത്തിൻ്റെതുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കടകളിലോട്ടുള്ള കൊഴുക്കട്ടയൊക്കെ റെഡി ആയിരിക്കുന്നതാണ്. കുറച്ച് അടുപ്പയിൽ ഇരിപ്പുണ്ട്. ഇത് അടുപ്പയിൽ നിന്ന് വാങ്ങി ചൂടാറാനായിട്ട് വെച്ചേക്കുന്നത്. ഇത് അട ഇപ്പം വേറെ കടകളിലോട്ട് കൊണ്ടുപോകാനുള്ളത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മളിങ്ങനെ കവറിനകത്ത് കെട്ടിയാട്ടോ ഇത് കൊടുക്കുന്നത്. കണ്ടാൽ നല്ല നല്ല സോഫ്റ്റ് കൊഴുക്കട്ടയാണ്. അപ്പം അബി വന്നിട്ടുണ്ട്. അബി കുപ്പിക്കകത്ത് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വെള്ളം എടുത്തുകൊണ്ടിരിക്കുക. രാവിലെ എനിക്ക് ഇതിൻ്റെ പരിപാടിയൊക്കെ ആയ കാരണം ഇവന്മാർ തന്നെയാട്ടോ ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബെൽറ്റൊക്കെ ഇടാൻ നിൽക്കുവാണേ. എപ്പോൾ നോക്കിയാലും 3 പേരും കൂടെ ഇടിയും തമ്മിലടിയും വഴക്കാം. എന്നാൽ കാണാണ്ടിരിക്കുമോ അതും ഇല്ല. അവൻ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ഒരു സെക്ഷൻ അവിടെ ഇരിക്കുന്നു. ഇതിനകത്ത് അടയാട്ടോ ഇരിക്കുന്നത്. ഇത് വേവാൻ വെച്ചിരിക്കുന്നത് ഏകദേശമൊക്കെ വെന്തിരിക്കുന്നത്. ഒരു 3/4 ഭാഗമൊക്കെ വെന്തിരിക്കുന്ന കാണിച്ചു തരാവേ. ഇത് ഈ കല്ല് ആവി പുറത്തോട്ട് പോവാണ്ടിരിക്കാനായിട്ട് വെച്ചേക്കുന്ന അതുണ്ട്. അയ്യോ, നല്ല ആവി വരുന്നുണ്ട്. ഓക്കെ, നല്ല ആവി. കുറച്ച് ഒരു 5 കൊഴുക്കട്ടയും കൂടെ വേണമായിരുന്നു. അപ്പം ഞാനത് മറന്നുപോയി. ലാസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത്. അപ്പം ഞാൻ വേഗം തന്നെ അത് ഉണ്ടാക്കിയ ഇലയുടെ കൂടത്തിൽ തന്നെ വെച്ചതാണ്. ഇതിൻ്റെ അടിയിൽ താഴെ ഒരു തട്ടുണ്ട് കേട്ടോ, അതിനകത്ത് നിറച്ചിരിപ്പുണ്ട്. കുറച്ച് രാവിലെ ഒരു സെക്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി പിന്നെ പിന്നെ ഇതിൻ്റെ സെയിലിന് പോകുന്നത്. അപ്പോൾ ആ സമയത്തേനുള്ളതാണ്. ഇത് അട ഞാൻ എടുത്തേ. അടയെടുത്തത് ഇങ്ങനെ ഞാൻ ഈ അടുക്കളയുടെ ടോപ്പിലാണ് ഇത് നിരത്തി വെക്കുന്നത്. ഇതിൻ്റെ ആവി പോകാനായിട്ട് ചൂട് പോകാനായിട്ട് കണ്ട അതിൻ്റെ അടിയിലുണ്ട്. നമുക്കിത് ഓരോന്നെടുക്കാണ്ട് അത് മൊത്തം എടുത്ത് തീർത്തു. അടുത്ത 2ാമത്തെ തട്ടിൽ കാണിച്ചു തരാം. അയ്യോ, നല്ല ആവി പറക്കുന്നുണ്ട്. ഇത് ചൂടിങ്ങനെ പൊക്കിയപ്പോഴത്തേനും സൂക്ഷിച്ചൊക്കെ ഇത് എടുത്തില്ലേ നമ്മുടെ കൈ പൊള്ളുവേ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇത്. അപ്പോൾ പെരുമ്പാവൂര് അവിടെയൊക്കെ ബേക്കറികളിലൊക്കെ സെയിൽ ചെയ്യുന്ന നമ്മൾ തന്നെയാണ്. ഈ അടയും കൊഴുക്കട്ടയൊക്കെ ഈ ഷുഗറുകാർക്കും ഒക്കെ ഈ മധുരം ശർക്കരയൊക്കെ വെച്ചാൽ അപ്പോൾ അവർക്ക് നന്നായിട്ട് അത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നല്ല സെയിലാണ്. അടയ്ക്കും കൊഴുക്കട്ടയ്ക്കൊക്കെ നല്ല സെയിലാട്ടോ. അപ്പോൾ അത് നമുക്ക് പിള്ളേരൊക്കെ ഉള്ളപ്പോൾ